ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. നമുക്കറിയാം നമ്മുടെ നാട് അത്യാവശ്യം കൃഷി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് അല്ലെ. കേരളത്തിലെ പ്രധാന ഭക്ഷണം എന്താ നമ്മൾ കഴിക്കുന്നത്? കേരളത്തിന്റെ പ്രധാന ഭക്ഷണം എന്താ? അരി. അരി, ചോറാണ് നമ്മൾ പ്രധാനമായിട്ട് കഴിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ ടോട്ടൽ കൃഷി വിസ്തൃതി നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന ഏരിയ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഭൂരിഭാഗവും കൃഷി ചെയ്യപ്പെടുന്നത് നാണ്യവിളകളാണ്. വിളകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ക്രോപ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ കൊടുത്ത് വിറ്റ് പൈസയാക്കുന്ന വിളകളെയാണ് നാണ്യവിളകള്. അതാണ് കേരളത്തിന്റെ മെജോറിറ്റി കൃഷി ഏരിയയിലും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെയാണ് നാണ്യവിളകൾ നമ്മുടെ നാട്ടിലുള്ളത്? കശുമാവുണ്ട്, റബ്ബർ ഉണ്ട്, കുരുമുളക് ഉണ്ട്, തെങ്ങുണ്ട്, ഏലുണ്ട്, തേയിലയുണ്ട്, കാപ്പിയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ്. ഇനി ഭക്ഷ്യവിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. എമൗണ്ട് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും ഭക്ഷ്യവിളകൾ ഉണ്ട്. ഏതൊക്കെ ഭക്ഷ്യവിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നത്? നെല്ലുണ്ട്, മരച്ചീനി ഉണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ലാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നാണ്യവിളയാണ്. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷ്യവിള വേണം. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏത് ഭക്ഷ്യവിളയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ഉത്തരം എന്തായിരിക്കും? നെല്ലാണ് ഉത്തരം. ഓക്കെ, 7.7% നെല്ല് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. നോക്കിയേ, കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. കേരളത്തിന്റെ മുഖ്യ ആഹാരം എന്താണ്? അരിയാണ്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ 1-2 നെൽകൃഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? പൊക്കാളി കൃഷി അല്ലെ. ആ നെല്ലിന്റെ പ്രത്യേകത എന്തായിരുന്നു പറഞ്ഞത്? ലവണങ്ങളൊക്കെ തടയാനും പറ്റുന്നത്, വെള്ളക്കെട്ടുകളിലൊക്കെ വെള്ളപ്പൊക്കം പോലെ വെള്ളം വന്നു നിറഞ്ഞാലും ആ ചെടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരാള് പൊക്കത്തിലൊക്കെ ഉയരത്തിലാണ് ചെടി വളരുന്നത്. അതുകൊണ്ട് തന്നെ ആ കൃഷി ഫ്ലഡ് ഏരിയയിലൊക്കെ, കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, കേരളത്തില് നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ നടക്കുന്ന നെൽകൃഷി മുണ്ടകൻ കൃഷിയാണ്. മുണ്ടകൻ നമ്മൾ സിനിമ പാട്ടിലൊക്കെ കേട്ടില്ലേ, മുണ്ടകൻ പാടം എന്നൊക്കെ. മുണ്ടകൻ എന്ന് പറയുന്നത് നെല്ലിന്റെ ഒരു വെറൈറ്റിയാണ്. ആ വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തില് നെൽകൃഷി നടത്തുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? മുണ്ടകൻ കൃഷിയാണ്. നോക്കിയേ, ആലപ്പുഴ ജില്ലയിൽ പുഞ്ച കൃഷിയുണ്ട്, പാലക്കാട് ജില്ലയിൽ മുണ്ടകൻ കൃഷിയുണ്ട്, അതുപോലെ തന്നെ വിരിപ്പ് കൃഷിയുണ്ട്. ഇത് പല ടൈപ്പ് ഓഫ് നെല്ലിന്റെ സീസൺ ആണ്. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ തൽക്കാലം പേര് മാത്രം നോക്കാം കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പുഞ്ച കൃഷിയാണ്. പാലക്കാട് ജില്ലയിൽ കാണുന്ന 2 മുണ്ടകൻ കൃഷിയും അതുപോലെ തന്നെ വിരിപ്പ് കൃഷിയും. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചോളൂ, തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഏതൊക്കെയാണ് പാലക്കാട് ജില്ലയിലുള്ളത്? മുണ്ടകൻ കൃഷിയും വിരിപ്പ് കൃഷിയും. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി വിസ്തൃതിയിലും ഉൽപാദനത്തിലും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഏത് ജില്ലയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ഇവിടെ ശതമാനം അടിസ്ഥാനത്തിൽ തന്നിട്ടുണ്ട്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പാലക്കാടാണ്. 39% പാലക്കാട്. രണ്ടാമത് ആലപ്പുഴയാണ്. ഓക്കെ, അപ്പൊ നെല്ലുൽപാദനത്തിലും നെല്ല് കൃഷി ചെയ്യുന്ന ഏരിയയും രണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആ ശതമാനത്തിലുള്ള വ്യത്യാസം തന്നെ നോക്കിക്കോളൂ. പാലക്കാട് 39% ഉണ്ട്, ആലപ്പുഴ 19%മേ ഉള്ളൂ. ഓക്കെ, ഇനി പാലക്കാട് ജില്ല പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിരുന്ന ഒരു പോയിന്റ് ആണ് അടുത്ത് പറയുന്നത്. നോക്കിയേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്?
കേരളത്തിലെ ഏറ്റവും കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയാണ് നോക്കിയേ കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ്. ഇനി നമ്മൾ കർഷക ദിനം ആഘോഷിക്കാറുണ്ട് അല്ലെ? കേരളത്തിൽ നമ്മൾ കേരള കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? ചിങ്ങം 1 കേരളത്തിലെ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി ഇന്ത്യ ഒട്ടാകെ ദേശീയ കർഷക ദിനം ആഘോഷിക്കുന്ന ഡേറ്റ് നോക്കി വെച്ചോളൂ. ഡിസംബർ 23 ദേശീയ കർഷക ദിനം. ഓക്കെ, ഇനി നമ്മള് കുട്ടനാടിനെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ അവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നോക്കിയേ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. ഈ പമ്പ നദി ഫ്ലഡ് ഉണ്ടാവുമ്പോ അത് കൊണ്ടുവരുന്ന മണ്ണ് സാധനങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കുട്ടനാട് ഭൂമി പ്രദേശം ഉണ്ടായി വന്നതും. കുട്ടനാടിലെ പ്രധാന ജലസ്രോതസ്സും പമ്പയാണ്. കുട്ടനാട് നിലനിൽക്കുന്നത് പമ്പയുടെ ഒരു ന്യൂട്രിയൻ റിച്ച് എൻവയോൺമെന്റ് കൊണ്ടാണ്. അതുകൊണ്ടാണ് കുട്ടനാടിനെ പമ്പയുടെ ദാനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുട്ടനാടിന്റെ വേറെ 1-2 വിശേഷങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. ഈ ഹോളണ്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹോളണ്ടിന്റെ പ്രത്യേകത എന്താ? അറിയോ? ഇല്ല. ഹോളണ്ട് എന്ന് പറയുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കുട്ടനാടിന്റെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞേ? സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഹോളണ്ട് എന്ന് കുട്ടനാടിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് കേരളത്തിന്റെ നെതർലാൻഡ്. ഈ 2 പേരിലും അറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. ഓക്കെ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? കേരളത്തില് ഭൂരിഭാഗം കൃഷി വിസ്തൃതിയും നമ്മൾ കൃഷി ചെയ്യുന്നത് എന്താണ്? നാണ്യവിളകളാണ്, ക്യാഷ് ക്രോപ്സ് ആണ്. കേരളത്തിലെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ലാണ്. കേരളത്തിന്റെ മുഖ്യ ആഹാരം എന്നറിയപ്പെടുന്നത് അരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി. ആലപ്പുഴ ജില്ലയിൽ കൃഷി ചെയ്യുന്നത് പുഞ്ച കൃഷിയാണ്. പാലക്കാട് ജില്ലയിൽ 2 ടൈപ്പ് ഓഫ് കൃഷികൾക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, മുണ്ടകൻ കൃഷിയും വിരിപ്പ് കൃഷിയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉൽപാദനം ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. രണ്ടാമത് നിൽക്കുന്നത് ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ദെൻ കേരള കർഷക ദിനം നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ്? ചിങ്ങം 1. ഓക്കെ, ഇനി ദേശീയ കർഷക ദിനം നമ്മൾ ആഘോഷിക്കുന്ന ഡേറ്റ് ഡിസംബർ 23. നമ്മൾ പിന്നെ പറഞ്ഞത് കുട്ടനാടിന്റെ 2 പേരുകളായിരുന്നു അല്ലെ? 2 അല്ല 3 പേരുകൾ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നു, കേരളത്തിന്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നു, കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ പേജിൽ പഠിച്ചത്. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണോ? വേണ്ട, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 3 ടൈപ്പ് ഓഫ് കൃഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ച കൃഷി. ഈ 3 എണ്ണത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാൻ പോണം, അല്ലെങ്കിൽ ഈ 3 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാൻ പോണം. നോക്കിയേ, വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് ശരത്കാല കൃഷിയാണ്. ശരത്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയാന്നറിയോ? ശരത്കാലത്തിന്റെ പ്രത്യേകത എന്താ? ഇല പൊഴിയുന്ന കാലാണ് ശരത്കാലം എന്ന് പൊതുവെ നമ്മൾ പറയാം. സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ വരെയുള്ള മാസമാണ് നമ്മൾ ശരത്കാലമായിട്ട് പൊതുവെ കൺസിഡർ ചെയ്യുന്നത്. ഓട്ടം സീസൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പൊ വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് ശരത്കാലത്തില് വിളവെടുക്കാൻ വേണ്ടി പാകത്തിന് നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന കൃഷിയാണ് വിരിപ്പ് കൃഷി. അപ്പോ സെപ്റ്റംബറിൽ വിളവെടുക്കണമെങ്കിൽ
നമ്മൾ ഏകദേശം ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് ശരത്കാല കൃഷിയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അതിന്റെ വിളവെടുപ്പ് നടക്കുക. അങ്ങനെ വിളവെടുക്കണമെങ്കിൽ നമ്മൾ എപ്പോ കൃഷി സ്റ്റാർട്ട് ചെയ്യണം? ഏത് മാസം സ്റ്റാർട്ട് ചെയ്യണം? ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യണം. പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി രണ്ടാമത്തെ കൃഷി രീതിയാണ് മുണ്ടകൻ കൃഷി. മുണ്ടകൻ കൃഷി എന്ന് പറയുന്നത് ശീതകാല കൃഷിയാണ്. ശീതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലാണ്. തണുപ്പ് കാലം നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് വരാ? ഡിസംബർ ടു ജനുവരി ആണ് നമ്മുടെ നാട്ടിൽ തണുപ്പ് വരുന്നത് അല്ലെ? അപ്പൊ മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് എപ്പോഴായിരിക്കും? ഡിസംബർ ജനുവരി മാസങ്ങളിലായിരിക്കും. അപ്പൊ അത് കൃഷി ഇറക്കേണ്ടത് എപ്പോഴാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. ഒരു 3-4 മാസം ബാക്കിലാണ് എന്തായാലും നമുക്ക് നെൽകൃഷി ഇറക്കേണ്ടത്. അപ്പൊ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മുണ്ടകൻ കൃഷി ശീതകാല കൃഷിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബർ ജനുവരി മാസത്തിലാണ് വിളവെടുക്കുക. അത് സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവിറക്കും എന്ന് പറഞ്ഞാൽ കൃഷി സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കൃഷി രീതിയാണ് പുഞ്ചകൃഷി. പുഞ്ചകൃഷിയുടെ പ്രത്യേകത എന്താ? വേനൽക്കാലത്തെ കൃഷിയാണത്. പുഞ്ചകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ കണ്ടത്? ആലപ്പുഴ. ആലപ്പുഴ, കുട്ടനാട് പ്രദേശങ്ങളിലാണ് പുഞ്ച പാടങ്ങൾ കൂടുതലുള്ളത്. അത് വിളവെടുക്കുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് ഏത് സീസണിലായിരിക്കും? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അതിന്റെ വിളവെടുപ്പ് നടക്കുക. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വിളയിറക്കൽ നടക്കുക. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ കുട്ടനാട് പ്രദേശങ്ങളില് സാധാരണ മഴ വരുന്ന സീസണിൽ അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മെയ് ആ സീസൺ തുടങ്ങി നമുക്ക് ഏകദേശം മഴ വരാറുണ്ട്. അപ്പൊ മെയ് മാസം തുടങ്ങി അങ്ങോട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതായിരിക്കും? വെള്ളം കുറവുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അവിടെ കൃഷി ചെയ്യാൻ എളുപ്പം. ഓക്കെ, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ പുഴകളിലെ വെള്ളം പൊതുവെ താഴും. അപ്പൊ ഈ ഉപ്പ് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് പുഞ്ചകൃഷി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം ഇല്ലാതെ നോക്കണം ഈ വേനൽക്കാല കൃഷി. ഓക്കെ, ഈ വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ പുഴകളിലെ ജലനിരപ്പ് കുറയുമ്പോൾ സമുദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ കായലിൽ നിന്നും ഒക്കെയുള്ള ഉപ്പുവെള്ളം പൊതുവെ എങ്ങോട്ട് കയറാറുണ്ട്? നമ്മുടെ സാധാ വാട്ടർ ബോഡീസിലേക്ക് എത്താറുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നം ഇല്ലാതെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ പുഞ്ചകൃഷിക്ക് കേട്ടോ. അപ്പൊ 3 ടൈപ്പ് കൃഷി രീതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? വിരിപ്പ് കൃഷി പറഞ്ഞു, മുണ്ടകൻ കൃഷി പറഞ്ഞു, പുഞ്ചകൃഷി പറഞ്ഞു. പറഞ്ഞ 3 ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് 1-2 നെല്ലിന്റെ വെറൈറ്റീസ് പഠിക്കാനുണ്ട് കേട്ടോ. നോക്കാം. കേരളത്തില് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനത്തിന്റെ പേരാണ് ഏഴോം. ഓക്കെ, ഏഴോം എന്ന് പറയുന്നത് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനാണ്. ഇനി ഇത് കൂടാണ്ട് കേരളത്തിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് നെല്ലുകൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മള് കടയിൽ ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജയ കേട്ടിട്ടുണ്ടാവും, ശബരി കേട്ടിട്ടുണ്ടാവും, വർഷ, പൊന്നി, ഇങ്ങനെ പല പല പേരുകൾ കേട്ടിട്ടുണ്ടാവും. അതിൽ കുറച്ച് പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, അന്നപൂർണ അത് നെല്ലിന്റെ വെറൈറ്റിയാണ്. രോഹിണി അത് നെല്ലിന്റെ വെറൈറ്റിയാണ്. ത്രിവേണി, ജ്യോതി, സ്വർണപ്രഭ, കൈരളി, കാർത്തിക, അരുണ, രേവതി, ഓണം, വർഷം, വർഷ, ചിങ്ങം, ജയ, ശബരി. ഈ പേരുകൾ കൃത്യമായിട്ട് നോക്കി പോവാട്ടോ. വൈറ്റില 1 ഉണ്ട്, വൈറ്റില 2 ഉണ്ട്, കൊട്ടാരക്കര 1 ഉണ്ട്, വെള്ളപ്പൊന്നി ഉണ്ട്. പൊന്നിയരി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ? ഇനി ഇത് കൂടാണ്ട് ഔഷധ ഗുണമുള്ള നെല്ലിനങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഗന്ധകശാല അരി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ജീരകശാല അരി, നവര അരി, ചെന്നെല്ല്, കൗങ്ങിൻ പൂത്താല, കയാമ, വെളുത്തമ്പല, ചൊമല, പൂക്കിലത്തരി, ഇതൊക്കെ ഔഷധ ഗുണമുള്ള നെല്ലിനങ്ങളാണ്. ഈ കൗങ്ങിൻ പൂത്താല എന്ന് പറയുന്നത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു നെല്ലിനാണ് കേട്ടോ.
ഇപ്പൊ ഗന്ധകശാല, ജീരകശാല, നവര എന്നൊക്കെ പറയുന്നത് ഔഷധ ഗുണമുള്ള നെല്ലിനങ്ങളാണ്. ഇനി വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള നെല്ലിന്റെ ഇനമാണ് സുവർണ. നമ്മൾ ഇവിടെ ഒരു സുവർണ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഇവിടെ എവിടെയോ കണ്ടല്ലോ സുവർണ. സുവർണ അല്ല, സ്വർണപ്രഭയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള നെല്ലിന്റെ വെറൈറ്റിയാണ് സുവർണ. നമ്മൾ ആദ്യം പറഞ്ഞത് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിന് ഏതായിരുന്നു? ഏതായിരുന്നു ആ ഒരു അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം? ഏഴോ. പേരുകളൊക്കെ അങ്ങോട്ട് മാറിപ്പോട്ടെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. അപ്പൊ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനത്തിന്റെ പേരാണ് ഏഴോ. വിറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള നെല്ലിന്റെ വെറൈറ്റിയാണ് സുവർണ. ഓക്കെ ആണോ? പിന്നെ ഔഷധ നെല്ലിനങ്ങൾ ഒരുപാടുണ്ട്. അതല്ലാതെ നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും പേരുകള് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പാകത്തിനാക്കി വെക്കണം. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം. എല്ലാം കാണാണ്ട് പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായി അല്ലെ? പ്രളയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ അത്യാവശ്യം വെള്ളം കയറി ഡാമേജ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലഡ് കാരണം അല്ലെങ്കിൽ പ്രളയം കാരണം ഏകദേശം നാശമായി പോയ കാർഷിക മേഖലയെ ഒന്ന് കൈപിടിച്ചു വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷി വകുപ്പ് നടത്തുന്ന മേളയുടെ പേരെന്താണ്? നോക്കിയേ, വൈഗ എന്നാണ് ഈ മേളയുടെ പേര്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്താ നോക്കാം. വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ, വൈഗ. ഈ തൃശ്ശൂര് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ ഏരിയ മൊത്തം വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിന്റെ ഡിസ്പ്ലേയും അതിന്റെ വിൽപ്പനയും നടക്കാറുണ്ട്. ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് വൈഗ. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അറിയോ? വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് വീട്ടില് തേൻ കൃഷി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തേനീച്ച കൃഷി നടത്തുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? തേൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? തേനീച്ച കൃഷി നടത്തുന്ന വീട്ടിൽ തേനല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അറിയില്ല. നമുക്ക് ഈ തേൻ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വേറെ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മള് തേനിന്റെ അകത്ത് നെല്ലിക്ക പ്രിസർവ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ്. തേനീച്ചയുടെ ബി വാക്സ് എടുക്കാൻ പറ്റുന്നത്. ബി വാക്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സീരീസ് ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിംഗിൾ അഗ്രികൾച്ചർ ഏരിയയിൽ നിന്ന് നമുക്ക് പല പല പ്രൊഡക്റ്റുകൾ മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. ഇപ്പൊ ചക്ക ആണ് നമ്മളെ മേജർ കൃഷി എന്നുണ്ടെങ്കിൽ ചക്ക വറുത്തത് നമ്മൾ ഉണ്ടാക്കും. ചക്ക ഉപ്പേരി റെഡിമെയ്ഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പാകത്തിന് അങ്ങനെ വെക്കാറുണ്ട്. ചക്ക പഴുത്തതിന്റെ ആക്കുന്നുണ്ട്, ചക്ക പഴുത്തതിന്റെ ജാം ആക്കുന്നുണ്ട്, ചക്ക വരട്ടാറുണ്ട് നമ്മള്. അപ്പൊ ഒരേ സാധനത്തിന്, ചക്ക എന്ന് പറയുന്ന ഒരു സാധനത്തിന് തന്നെ പല പല പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാണ്. ഇങ്ങനെ ഒരൊറ്റ അഗ്രികൾച്ചർ സോഴ്സിനെ നമ്മൾ എന്താക്കിയെടുക്കാണ്? വാല്യൂ ആഡഡ് ആയിട്ട് എടുക്കാണ്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഇൻകം കിട്ടും. ആ ഒരു മെത്തേഡില് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വൈഗ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നടത്തുന്നത്. ഓക്കെ, ഇനി 2018 പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടത്തിയ പദ്ധതിയാണ് കാർഷിക പുനർജനി. ആ പേര് അറിഞ്ഞിരിക്കണം. കാർഷിക പുനർജനി എന്ന് പറയുന്നത് 2018 ഫ്ലഡിൽ നശിച്ച കാർഷിക മേഖലയെ ഒന്ന് കൈത്താങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇനി തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത് മേളയുടെ പേരാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പദ്ധതിയുടെ പേരാണ്. രണ്ടും രണ്ടാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഇത് മേളയാണ്, വൈഗ എന്ന് പറയുന്നത് മേളയാണ്. ഈ കാർഷിക പുനർജനി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ്, കുറച്ചധികം സമയം എടുത്ത് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്.
ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിന്റെ നെല്ലിനമാണ് കൗങ്ങിൻ പൂത്താല. പ്രമേഹ രോഗികൾക്ക് കഴിക്കാനായി നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കൗങ്ങിൻ പൂത്താല. അപ്പൊ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണ് ഏത് കൃഷി ചെയ്യുക? കൗങ്ങിൻ പൂത്താല കൃഷി ചെയ്യുക. ഇതൊരു ഔഷധ ഗുണമുള്ള നെല്ലിനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് പ്രമേഹ രോഗികൾക്കാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് പേജ് ഏകദേശം തീർന്നു. നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ 3 തരം കൃഷി രീതികൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഓരോരുത്തരുടെ പേര് വിളിച്ചു ചോദിക്കണ. പുഞ്ചകൃഷി, വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷിയുണ്ട്, പുഞ്ചകൃഷിയുണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് കൃഷികളാണ് നമ്മൾ കണ്ടത്. അത് അറിയപ്പെടുന്ന പേരും കൂടി നോക്കി വെക്കണം കേട്ടോ. വിരിപ്പ് കൃഷി അറിയപ്പെടുന്ന പേര് ശരത്കാല കൃഷി എന്നാണ്. മുണ്ടകൻ കൃഷി അറിയപ്പെടുന്നത് ശീതകാല കൃഷി എന്നാണ്. പുഞ്ചകൃഷി അറിയപ്പെടുന്നത് വേനൽക്കാല കൃഷി എന്നാണ്. എപ്പോഴും വിളവെടുക്കുന്ന സീസൺ നോക്കിയിട്ടാണ് അത് പേര് പറയാൻ. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന നെല്ലിന് ഏതാന്ന് പറഞ്ഞേ? ഏഴോ. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിന് ഏതാ? കവുങ്ങിൻ പൂത്താല. കവുങ്ങിൻ പൂത്താല. ഇനി വിറ്റമിൻ എ എൻറിച്ച്ഡ് ആയിട്ടുള്ള നെല്ലിന് ഏതാണ്? സുവർണ. അപ്പൊ ഈ പേജിൽ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി പ്രളയത്തിന് ശേഷം നശിച്ച കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാനായിട്ട് കൃഷി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്തായിരുന്നു? കാർഷിക പുനർജനി. മേളയുടെ പേരെന്തായിരുന്നു? നടത്താറുള്ള മേളയുടെ പേര് വൈഗ. ഓക്കെ, അപ്പൊ ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. നോക്കാം നമുക്ക്. കേരളത്തില് ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള തെങ്ങാണ്. നാണ്യവിളകൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ തെങ്ങുണ്ട്, റബ്ബർ ഉണ്ട്, ഏല ഉണ്ട്, കുരുമുളക് ഉണ്ട്. ഇതൊക്കെ നാണ്യവിളകളിൽ പെടുന്നതാണ്. അതില് ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ്. രണ്ടാമത് ഏത് നാണ്യവിളയാണ്? റബ്ബറാണ് രണ്ടാമത്. അപ്പൊ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള തെങ്ങാണ്, രണ്ടാമത്തേത് റബ്ബറാണ്. ഇനി ഏറ്റവും കൂടുതൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. നമ്മൾ കോഴിക്കോട് ജില്ല പഠിക്കുമ്പോൾ ഈ കാര്യം പഠിക്കും. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപാദനം നടക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഇനി സാധാരണ തെങ്ങ് നടാനുള്ള ശരിയായ അകലം എന്ന് പറയുന്നത് 7.5 മീറ്റർ ഇൻറ്റു 7.5 മീറ്റർ എന്ന് പറഞ്ഞാൽ നീളവും വീതിയുമാണ് പറയുന്നത് 7.5 മീറ്റർ എന്ന് കേട്ടോ. ഇനി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള തെങ്ങിന്റെ വെറൈറ്റി ആണിത്. ടി ഇൻറ്റു ഡി, അതുപോലെ തന്നെ ഡി ഇൻറ്റു ടി. ഈ 2 വെറൈറ്റി തെങ്ങുകളും വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ്. ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി, ഈ 2 തെങ്ങിന്റെ വെറൈറ്റീസും അത് ഹൈബ്രിഡ് ആണ്. അത് രണ്ടും ഡെവലപ്പ് ചെയ്തെടുത്തത് കാസർഗോഡുള്ള തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. ഇനി ഇതുപോലെ തന്നെയുള്ള അടുത്തൊരു വെറൈറ്റിയാണ് ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ. ഇത് രണ്ടും തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്, അല്ലെങ്കിൽ തെങ്ങിന്റെ ഇനങ്ങളാന്ന് പറയും. അത് നമ്മളിങ്ങനെ പല മെത്തേഡ്സിൽ കൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ, ഇതൊക്കെ തെങ്ങിന്റെ വെറൈറ്റീസ് ആണ്. ഇനി ഇതല്ലാതെ നമ്മൾ കുറച്ചധികം കാണാൻ പോവാണ് കേട്ടോ. കുറച്ച് സങ്കരയിനം വെറൈറ്റീസാണ് കാണാൻ പോവാണ്. നോക്കിയേ, ചന്ദ്രലക്ഷ, ചന്ദ്രദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. ഇത് ഒരു സങ്കരയിനം തെങ്ങാണ്. ചാവക്കാട് ഓറഞ്ച് അടുത്തൊരു വെറൈറ്റി ആണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ, അതാണ് ഡി ടി. നമ്മൾ ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്ന് കണ്ടില്ലേ? നോക്കിയേ, അത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടുത്ത നോക്കിയേ, ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗാ ബോന്തം. ഈ 2 വെറൈറ്റീസ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മളൊരു 4 വെറൈറ്റിയുടെ പേരാണ് കണ്ടത്. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടിയതാണ്.
ചാവക്കാട് ഓറഞ്ച് വേറൊരു വെറൈറ്റിയാണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗ ബോന്തം, ഇത് രണ്ടിന്റെയും ഒരു ക്രോസ് ആണ്. ഓക്കെ, ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പേരുകൾ ഏതൊക്കെയാണ്? T*D, D*T ആണ്. ഓക്കെ, ഇനി നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ. നമ്മൾ തിരുവനന്തപുരം ജില്ല പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിരുന്നതാണ് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം. ഇനി ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മാമം, ആറ്റിങ്ങൽ. ഇനി നമ്മൾ തൊട്ട് മുമ്പ് കണ്ട തെങ്ങിന്റെ കുറച്ച് വെറൈറ്റീസിന്റെ പേര് കണ്ടില്ലേ? അതുപോലെ തന്നെയുള്ള നോക്കിയേ, 2 വെറൈറ്റീസ് തന്നിട്ടുണ്ട്. മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന. ഇത് രണ്ടും തെങ്ങിന്റെ തന്നെ വെറൈറ്റീസ് ആണ്. ഇനി നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. കേരഗ്രാമം പദ്ധതി നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ള തെങ്ങിന്റെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അതിനു വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് കേരഗ്രാമം പ്രൊജക്ട്. ഓക്കെ, ലോക നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2-ാം തീയതിയാണ് ലോക നാളികേര ദിനം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ തെങ്ങിന്റെ കഥ ഏകദേശം തീർന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം അല്ലെ? അല്ലെങ്കിൽ രണ്ടും കൂടി നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാന്ന് പറഞ്ഞത് നമ്മള്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള തെങ്ങാണ്. രണ്ടാമത് കൃഷി ചെയ്യുന്നതോ? റബ്ബർ. ഈ നാളികേര ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ജില്ല ഏതാ? കോഴിക്കോട് ജില്ലയാണ് നാളികേര ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ളത്. ഇന്നിനി പിന്നെ നമ്മൾ കണ്ട തെങ്ങിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാ? കുറച്ചധികം വെറൈറ്റീസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രീനിൽ കാണുന്നത് പറഞ്ഞാൽ മതി. ഏതൊക്കെയുള്ള? T*D, D*T. ലക്ഷദ്വീപ് ഓർഡിനറി ഉണ്ട്, ലക്ഷദ്വീപ് മൈക്രോ ഉണ്ട്, ചാവക്കാട് ഓറഞ്ച് ഉണ്ട്, ചന്ദ്രലക്ഷ്യ പറഞ്ഞു, വെസ്റ്റ് കോസ്റ്റ് ടോൾ പറഞ്ഞു, ലക്ഷഗംഗ പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഏതായിരുന്നു? മലയൻ ഡ്വാർഫ് കണ്ടു, കൊച്ചിൻ ചൈന കണ്ടു. ഇതൊക്കെ തെങ്ങിന്റെ തന്നെ വെറൈറ്റീസ് ആണ്. പിന്നെ നമ്മൾ കണ്ടു നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്. നമ്മൾ ഇന്നലെ എറണാകുളം പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. വികസന ബോർഡും ഗവേഷണ കേന്ദ്രവും രണ്ടാണ്. വികസന ബോർഡ് കൊച്ചിയിലാണ്, ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്താണ്. ഓക്കെ, ഇനി നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരഗ്രാമം പദ്ധതി. ഇനി ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ഓക്കെ, ഇനി നമുക്ക് തെങ്ങ് വിട്ടത് ഇനി ബാക്കിയുള്ള ഇതിലേക്ക് എടുക്കാം അല്ലെ? കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുതലമട. മുതലമട എവിടെയായിട്ട് വരാം? പാലക്കാട് ജില്ലയിലുള്ള സ്ഥലമാണ് മുതലമട. കേരളത്തിന്റെ മാംഗോ സിറ്റി, ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് മുതലമട എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ഈ തമിഴ്നാടിന്റെ ഒക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് മാവ് നട്ടുപിടിപ്പിച്ച് കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമ്മുടെ നാട്ടില് കൃഷി ചെയ്യുന്നതാണ് മുതലമട എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ടാണ് മാംഗോ സിറ്റി, കേരളത്തിന്റെ മാംഗോ സിറ്റി എന്ന് ഏതിനെ വിളിക്കുന്നത്? മുതലമടേനെ വിളിക്കുന്നത്. ഇനി അതുപോലെ കേരളത്തില് ഓറഞ്ച് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ് നെല്ലിയാമ്പതി. ഇന്നല്ലേ നമ്മള് പാലക്കാട് പഠിച്ചു തീർത്തത്? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേരളത്തിലെ ഓറഞ്ച് കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇനി കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ചിറ്റൂർ, അതും പാലക്കാട് ജില്ലയിൽ അത്യാവശ്യം ഡ്രൈ ക്ലൈമറ്റ് ആണല്ലോ.
അതുകൊണ്ടാണ് നമുക്ക് അവിടെ പരുത്തി കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഈ ഓറഞ്ച് കൃഷി ചെയ്യാൻ പറ്റണമെങ്കിൽ ഡ്രൈ ക്ലൈമറ്റ് ആവണം, ഒപ്പം തണുപ്പും വേണം. നെല്ലിയാമ്പതിയിൽ തണുപ്പുണ്ട്, അത്യാവശ്യം ഡ്രൈ ക്ലൈമറ്റും ആണ്. അതുകൊണ്ടാണ് അവിടെ ഓറഞ്ച് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ ഇതിന്റെ? മരച്ചീനിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ്. ഓക്കെ, കിഴങ്ങ് വേറെ ഉണ്ടല്ലോ, കാച്ചിലുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കൃഷി ചെയ്യുന്ന കിഴങ്ങ് വിള മരച്ചീനിയാണ്. ടാപ്പിയോക്ക എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഇനി കേരളത്തില് പുകയില കൃഷി നടക്കുന്ന, അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലക്കാണ് പുകയില കൃഷി നടക്കുന്നത്. കാസർഗോഡ് നമുക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട്, അവിടെയും നമ്മൾ ഇത് പഠിക്കും കേട്ടോ. പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇനി കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കരിമ്പ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുക. ഇനി നമ്മൾ കുറച്ച് ഇടുക്കി ജില്ലയുടെ പ്രത്യേകതകളാണ് പറയുമ്പോൾ, വെളുത്തുള്ളി കൃഷി നടക്കുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ, തേയില കൃഷി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയുള്ള? തേയില കൃഷി നടത്തണമെങ്കിൽ മലപ്രദേശം വേണമല്ലോ, കുറച്ച് തണുപ്പും വേണം. അങ്ങനെ തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാ? ഇടുക്കി, വയനാട്. വേറെ ജില്ലകളിൽ ഉണ്ടാവും, പക്ഷേ എമൗണ്ട് കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലും വയനാട്ടിലുമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് പരീക്ഷണം നടത്തിയ തെങ്ങിന്റെ വെറൈറ്റിയാണ് ചാവക്കാട് പച്ചക്കുള്ളൻ. ഇത് ഹൈറ്റ് കുറവുള്ള ഒരു തെങ്ങിനാണ് ചാവക്കാട് പച്ചക്കുള്ളൻ എന്ന് പറയുന്നത്. ഇതിന്റെ ജനറ്റിക് റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഡ്വാർഫായി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷണം നടത്തിയ തെങ്ങിന്റെ വെറൈറ്റിയാണ് ചാവക്കാട് പച്ചക്കുള്ളൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. പേജിന്റെ പകുതി ആയിട്ടുള്ളൂ, പക്ഷെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട. മുതലമട. ഓറഞ്ച് കൃഷി നടത്തുന്ന സ്ഥലം നെല്ലിയാമ്പതി. പാലക്കാട്. പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലം പാലക്കാട് ചിറ്റൂർ. ചിറ്റൂര് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് ഏതാണ്? മരച്ചീനി. മരച്ചീനി. ഇനി പുകയില കൃഷി നടത്തുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി ജില്ല. തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കിയും വയനാടും. പിന്നെ തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് പരീക്ഷണം നടത്തിയ തെങ്ങിന്റെ വെറൈറ്റി ഏതായിരുന്നു? ചാവക്കാട് പച്ചക്കുള്ളൻ. ഓക്കെ, ഇത് പഠിക്കണട്ടോ. ഇത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ചോദിക്കാറുണ്ട് എക്സാമിന്, അതുകൊണ്ട് ഇത് നമുക്ക് പഠിക്കണം. ഇനി അടുത്ത നോക്കാം. കേരളത്തില് റബ്ബർ കൃഷി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിലാണ്. മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോട്ടയം അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഈ അത്യാവശ്യം മഴ വേണം, അത്യാവശ്യം ചൂടും വേണം, മലഞ്ചെരുവായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഒരു റബ്ബർ കൃഷി നടത്താനായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടത്, അല്ലെങ്കിൽ വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് കേരളത്തിന്റെ മലഞ്ചെരുവുകളിലാണ്. ഏതൊക്കെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് റബ്ബർ കൃഷിക്ക് വേണ്ടത്? നോക്കിയേ, 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില വേണം, 150 സെന്റിമീറ്റർ മുകളിൽ മഴയും വേണം. അപ്പോൾ ചൂട് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കിട്ടണം, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയും കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റബ്ബർ കൃഷി നന്നായിട്ട് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി റബ്ബർ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഈ ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ച് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ നോക്കട്ടെ? അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ കാണുന്ന കുന്നുകള് ലാറ്ററൈറ്റ് കുന്നുകളാന്ന് പറഞ്ഞു. നമ്മൾ 2 ലാറ്ററൈറ്റ് കുന്നുകളെ ഭൗമസൂചിക പദവിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയായിരുന്നു അത്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്,
വർക്കല വർക്കല ക്ലിഫ്. ഇത് രണ്ടും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പഴയ കാര്യങ്ങളോട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് പൊക്കോളൂ, എന്നാലും നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ, ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനും പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഐരാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളം ജില്ലയിലെ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ഐരാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളം ജില്ലയിലെ. ഇനി റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്താണ്. അപ്പൊ അത് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ടല്ലോ. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നതും കോട്ടയത്താണ്. ഓക്കെ. അപ്പൊ റബ്ബറിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പറഞ്ഞേ? വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ മലഞ്ചെരിവുകളിലാണ്. ഇനി റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഏതൊക്കെയാ? 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനില വേണം. പിന്നെ 150 സെന്റിമീറ്റർ വേണം. കറക്റ്റ് ആണ് പറഞ്ഞത്. കേരളത്തിന്റെ മൊത്തം കൃഷിഭൂമിയുടെ ഏകദേശം 21.5% റബ്ബർ കൃഷിയുണ്ട്. അനുയോജ്യമായ മണ്ണ് ഏതാന്ന് പറഞ്ഞത്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ? കേരളമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റബ്ബർ ബോർഡും ഇതിന് രണ്ടിന്റെയും സ്ഥലം ഏതാണ്? കോട്ടയാണ്. കോട്ടയം ജില്ല പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? പഠിച്ചെടുത്ത് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ളതൊന്ന് ഓടിച്ചു നോക്കിയേ. നമ്മള് ഏകദേശം 2-3 പേജ് കവർ ചെയ്യാൻ പോണേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കിയേ. എല്ലാവരും PDF ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? വായിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കാണ്. അടുത്ത പറയട്ടെ. ഓക്കെ. ഇനി 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്കായിട്ട് കേരള സർക്കാർ പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. നമ്മൾ കേട്ടിട്ടുണ്ട് ഗവൺമെന്റ് ജോലിക്കാർക്ക് പെൻഷൻ ഉണ്ട്, അല്ലാത്തവർക്കൊന്നും അങ്ങനെ പെൻഷൻ കിട്ടാറില്ല. അപ്പൊ നമ്മുടെ നാട്ടില് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. ഇനി കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഓക്കെ. നമ്മളുടെ ബേസിക് GDP കിടക്കുന്നത് കൃഷിയിലാണ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് എന്ത് വേണം? പെൻഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയുടെ പേരെന്തായിരുന്നു? കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി എന്നായിരുന്നു. ഇനി കേരള
സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയുടെ പേരാണ് ഗ്രീൻ കാർഡ് പദ്ധതി. പലിശയില്ലാതെ ലോൺ എടുക്കാനുള്ള സൗകര്യം കർഷകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഗ്രീൻ കാർഡ് പദ്ധതി. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൂടുതൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. ഓക്കെ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള കുറച്ചുകൂടി കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഘടനയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 60 വയസ്സിന് മുകളിലുള്ളവരുടെ. ആ പെൻഷൻ പദ്ധതിയുടെ പേരെന്തായിരുന്നു? കിസാൻ അഭിമാൻ പെൻഷൻ. കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. ഇനി കർഷകർക്ക് പെൻഷൻ കൊടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അത് കേരളമാണ്. പലിശയില്ലാതെ ലോൺ എടുക്കാനുള്ള സൗകര്യം കേരളം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഗ്രീൻ കാർഡ് പദ്ധതി. ഓക്കെ, അപ്പൊ നമ്മൾ കൃഷിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മള് മണ്ണിൽ കൃഷി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു കൃഷിയാണ് ഏത് കൃഷി? നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ള പാലിന്റെ ഉൽപാദനം. ഓക്കെ, അങ്ങനെ പാലിന്റെ ഉൽപാദനത്തിനും അതിന്റെ വിതരണത്തിനൊക്കെ വേണ്ടിയിട്ട് ധവള വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത സൊസൈറ്റിയാണ് മിൽമ എന്ന് പറയുന്നത്. ധവള വിപ്ലവം എന്താണെന്ന് അറിയാലോ? ധവള വിപ്ലവം എന്താ? നമ്മൾ ഗ്രീൻ റവല്യൂഷൻ കേട്ടിട്ടുണ്ട്, കാർഷിക വിപ്ലവം അല്ലെ, ഹരിത വിപ്ലവം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൃഷിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടി ഈൽഡുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ട്സിന്റെയും ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വിപ്ലവമാണ് ധവള വിപ്ലവം. അതിന്റെ ഭാഗമായിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘത്തിന്റെ പേരാണ് മിൽമ. മിൽമയുടെ വേറെ ഒറിജിനൽ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ, നോക്കിക്കോളൂ. കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇതിന്റെ ഒരു ഓമന പേരാണ് മിൽമ എന്ന് പറയുന്നത് കേട്ടോ. കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതിന്റെ ഓമന പേരാണ് മിൽമ എന്ന് പറയുന്നത്. മിൽമയെ സ്ഥാപിച്ച വർഷമാണ് 1980. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് മിൽമയുടെ ആസ്ഥാനം. തിരുവനന്തപുരം ജില്ല പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. നമ്മൾ മിൽമയുടെ പരസ്യങ്ങൾ കാണാറുണ്ട് അല്ലെ? മിൽമയുടെ ആദ്യകാലങ്ങളിലെ ആപ്തവാക്യം എന്ന് പറയുന്നത് കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വളരാം എന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാലിന്റെ മേന്മ, നാടിന്റെ നന്മ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ കറന്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്ന പരസ്യവാക്യം ഏതാണെന്നറിയോ? അതൊരു 4ാം ക്ലാസ് വിദ്യാർത്ഥി പറഞ്ഞ അല്ലെങ്കിൽ കൊടുത്ത ഒരു ടാഗ് ലൈൻ ആയിരുന്നു ഇപ്പോഴത്തെ ആപ്തവാക്യം. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് ശരിയാവൂല. പക്ഷെ ഈ ചായ എല്ലാവരും ശരിയാവും, പാല് മിൽമയാണ്. അതാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ പരസ്യവാക്ക് ഏതാന്ന് ചോദിക്കാറുണ്ട്. ഇത്ര വലുതായതുകൊണ്ട് ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടാവില്ലായിരിക്കും. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് ഈ കേരളം കണി കണ്ടുണരുന്ന നന്മ, പാലിന്റെ മേന്മ, നാടിന്റെ നന്മ, ആ സാധനമൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കറന്റ്ലി റൺ ആയിക്കൊണ്ടിരിക്കുന്നത് 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫായിസിന്റെ ഒരു കോട്ടാണ്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ മിൽമയുടെ ആസ്ഥാനം എവിടെയാന്ന് പറഞ്ഞത്? തിരുവനന്തപുരം. മിൽമ. ഓക്കെ, മിൽമ സ്ഥാപിച്ച വർഷം 1980. ഓക്കെ, നമ്മൾ ഇന്നലെ എറണാകുളം ജില്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയേ. കേരളത്തിൽ ആദ്യമായി മിൽക്ക് ATM നിലവിൽ വന്ന ജില്ല അത് എറണാകുളമാണ്. മിൽക്ക് ATM നമ്മൾ സാധാരണ ATM പോയി പൈസ എടുക്കില്ലേ, അതുപോലെ
മിൽക്ക് ATM-ല് നമ്മൾ പാത്രം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസയുടെ അളവിൽ പാൽ അവിടെ നിന്ന് നമുക്ക് വെൻഡിങ് മെഷീനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അതാണ് മിൽക്ക് ATM എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ സ്ഥലമാണ് എറണാകുളം. ഇനി പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂൺ, ഔഷധ സസ്യങ്ങൾ ഇതിന്റെയൊക്കെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടികൾച്ചർ മിഷൻ. നമ്മൾ ഹോർട്ടികൾച്ചർ എന്ന് കേട്ടിട്ടുണ്ട്. 2005 സ്റ്റാർട്ട് ചെയ്ത ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ആണ് ഹോർട്ടികൾച്ചർ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പഴങ്ങള്, പച്ചക്കറികൾ, സുഗന്ധവിളകള്, കൂൺ, ഔഷധ സസ്യങ്ങളുടെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടികൾച്ചർ. ഇനി നോക്കിയേ, തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ കൊണ്ടുവന്ന സംരംഭമാണ് ഹോർട്ടികൾച്ചർ. അതും ഹോർട്ടികൾച്ചർ തന്നെയാണ്. ഇനി നമ്മുടെ നാട്ടിലുള്ള തൃശ്ശൂര് വെള്ളാനിക്കരയുള്ള ഒരു കോളേജാണ് നോക്കി, കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ. നമ്മള് വെള്ളാനിക്കര പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ. അവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാനുണ്ടാവും. മണ്ണുത്തിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാർഷിക സർവകലാശാല കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജാണ്. തൃശ്ശൂർ വെള്ളാനിക്കരയാണ് സ്ഥലം. ഇനി സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പാലവട്ടം, തിരുവനന്തപുരം. ഇത് നമ്മൾ തിരുവനന്തപുരം പഠിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നോ? വായിച്ചൊരു ഓർമ്മ എനിക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പൂപ്പൊലി പുഷ്പമേള സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയലാണ്. അതൊരു പുഷ്പമേളയാണ്. വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് എക്സിബിറ്റ് ചെയ്യുകയും അതിന്റെ വിൽപ്പന നടത്തുന്ന ഒരു പുഷ്പമേളയാണ്. അത് സംഘടിപ്പിക്കുന്നത് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ. ഇനി കേരള ഗവൺമെന്റ് കരിമീൻ വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷമാണ്? കരിമീൻ വർഷം 2011. ഓക്കെ, നമ്മള് സംസ്ഥാന മൃഗം പഠിച്ചിട്ടുണ്ട് അല്ലെ? സംസ്ഥാന മൃഗം എന്താ? ആന. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേതാണ്? വരയനാട് അല്ല, വരയാട്. വരയനാടല്ല, വരയാട്. ആ, അതുപോലെ നമ്മുടെ സംസ്ഥാന മത്സ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മീൻ ഏതാണ്? കരിമീൻ. കരിമീൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരിമീൻ വർഷമായിട്ട് ആചരിച്ചത് 2010-11. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴ ജില്ല. ഇനി അടുത്ത് നോക്കിയേ, കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി എവിടെയായിട്ട് വരാം? മാട്ടുപ്പെട്ടി ഇതൊരു ഡാമുള്ള സ്ഥലമാണ്, ഇടുക്കി ജില്ലയാണ്. ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് മാട്ടുപ്പെട്ടി ഡാം അല്ലെ? ഏതാണ്ട് അതിന്റെ അടുത്ത് തന്നെയാണ് ഈ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ അടുത്ത് നോക്കിയേ, ഫല സമൃദ്ധി, സമൃദ്ധി എന്നാണ് അത് എഴുതിയതിന്റെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഫല സമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. ഇനി ഒരു പുസ്തകമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഡോക്ടർ തോമസ് ഐസക് ആണ്. തോമസ് ഐസക് ആരാന്നറിയില്ലേ? ആരാണ് തോമസ് ഐസക്? ഫിനാൻഷ്യൽ മിനിസ്റ്റർ, ധനകാര്യമന്ത്രിയായിരുന്നു. തൊട്ടു മുമ്പുണ്ടായിരുന്ന മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേരളം മണ്ണും മനുഷ്യനും. ഇനി കേരളത്തിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഒരു സിനിമ നടിയാണ്. ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു അല്ലെ, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഈ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള പദവി കൊടുത്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണ്? മിൽമ പറഞ്ഞു,
അത് കഴിഞ്ഞിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 2005 തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കലും അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ വിളകൾ, കൂൺ, ഔഷധ സസ്യങ്ങൾ ഇതൊക്കെ വളർത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ് അല്ലെ, വെള്ളാനിക്കര, തൃശ്ശൂർ. ഇനി സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെൺപാലവട്ടം, തിരുവനന്തപുരം ജില്ല. കരിമീൻ വർഷമായിട്ട് കേരള ഗവൺമെന്റ് ആചരിച്ചത് ഏത് വർഷമായിരുന്നു? 2010-11. ഇനി കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മാട്ടുപ്പെട്ടി. കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ തോമസ് ഐസക്. ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജുവായി. ഇനി അടുത്ത നോക്കാം, ഹരിത കേരളം മിഷൻ. ഇത് കുറച്ചുകൂടി കേട്ടിട്ടുണ്ടാവും, ഹരിത കേരളം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ വരുന്ന പേരാണ് ഹരിത കേരളം മിഷൻ. ജൈവ കൃഷിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൃഷി വികസിപ്പിക്കാനും ശുചിത്വ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്താനും മണ്ണ്, ജലം ഇത് രണ്ടും സംരക്ഷിക്കാനും സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. 2016 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് പിണറായി വിജയൻ ആയിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു. അതിന്റെ ഉപാധ്യക്ഷ TN സീമ ആയിരുന്നു. TN സീമ. ഹരിത കേരളം മിഷന്റെ ഉപാധ്യക്ഷയാണ് TN സീമ. ഇനി ഹരിത കേരളം മിഷന്റെ ടാഗ് ലൈൻ എന്തായിരുന്നു? പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നായിരുന്നു ടാഗ് ലൈൻ. നമ്മൾ മിൽമയുടെ പറഞ്ഞു, കേരളം കണി കണ്ടു ഉണരുന്ന നന്മ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹരിത കേരളം മിഷന് കൊടുത്തിരുന്ന ടാഗ് ലൈൻ ആണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക്. നമ്മള് ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ കണ്ടു. ആരായിരുന്നു ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ? മഞ്ജു വാര്യർ. അതുപോലെ ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് KJ യേശുദാസ്. സിംഗർ ആണെന്ന് അറിയാലോ, KJ യേശുദാസ് ആണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇനി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തില് കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്ന സ്ഥലമാണ് വാഗമൺ. എന്താണ് ഈ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് എന്ന് അറിയാമോ? ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? നമ്മൾ ഈ കാടുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ അറിയാം, മലക്കപ്പാറയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മള് കടക്കണതിന് മുമ്പായിട്ട് ഒരു ചെക്കിംഗ് ഉണ്ട്. എത്ര പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മുടെ കയ്യിലുണ്ട്, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ ഒരു കൗണ്ട് എടുക്കും. തിരിച്ചു വരുമ്പോൾ അത്ര എണ്ണ ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. ഓക്കെ, ആ ഒരു ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ്. അത് ആദ്യമായിട്ട് വന്ന സ്ഥലമാണ് വാഗമൺ. ഓക്കെ, ഇനി 2019 ഡിസംബറിൽ ഹരിത കേരള മിഷന്റെ സംസ്ഥാന പുരസ്കാരം ലഭിച്ച നഗരസഭയാണ് പൊന്നാനി നഗരസഭ. 2019 ഹരിത കേരള മിഷന്റെ സംസ്ഥാന പുരസ്കാരം ലഭിച്ച നഗരസഭയാണ് പൊന്നാനി നഗരസഭ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? ഹരിത കേരള മിഷനെ കുറിച്ചായിരുന്നു. ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത് ഹരിത കേരള മിഷൻ? 2016 സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളായിരുന്നു പദ്ധതിയുടെ അധ്യക്ഷൻ. ഉപാധ്യക്ഷ എന്ന് പറയുന്നത് TN സീമയായിരുന്നു. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ് ആണ്. ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് ആദ്യമായി നിലവിൽ വന്നത് വാഗമണിലാണ്. ഓക്കെ, 2019 അവാർഡ് കിട്ടിയത് പൊന്നാനി നഗരസഭയ്ക്കാണ്. അതിനുശേഷം 2024 കിട്ടിയത് ആർക്കാന്ന് കണ്ടുപിടിച്ചത് അടുത്ത ക്ലാസ്സിൽ പറയണേ. ഇനി അടുത്ത നോക്കാം. ഇനി നമുക്ക് കുറച്ച് പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമ്മള് മികച്ച കർഷകന് അവാർഡ് കൊടുക്കാറുണ്ട് അല്ലെ? അങ്ങനെ മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് കർഷകോത്തമ. ഇനി മികച്ച കർഷക വനിതയ്ക്ക് അവാർഡ് കൊടുക്കുന്നതിന്റെ പേരാണ് കർഷക തിലകം. മികച്ച കേര കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് കേര കേസരി. മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് ഹരിതമിത്ര. ഓക്കെ, ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നോക്കാം അല്ലെ. മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് ക്ഷീരധാര അവാർഡ്.
മികച്ച മണ്ണ് സംരക്ഷണം കൊടുക്കുന്ന അവാർഡ് ഷോണി എന്ന് പറഞ്ഞ എന്താ സാധനം? ഷോണി മണ്ണാണ് അല്ലെ? ഷോണി സംരക്ഷണ അവാർഡ്. ഓക്കെ, അപ്പൊ ഇതിൽ അത്യാവശ്യം വേണ്ടത് മാത്രം നോക്കാം. ഇത് നോക്കി വെക്കാം കേട്ടോ. ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് കൃഷി പണ്ഡിറ്റ്. ഇനി നമ്മള് കണ്ടുപരിചയമുള്ളൊരു പേരായിരിക്കും കർഷകശ്രീ. അത് മലയാള മനോരമ പത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡാണ്, നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡല്ല. മികച്ച കർഷകന് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡിന്റെ പേരെന്താന്ന് പറഞ്ഞ കർഷകോത്തമ അവാർഡാണ്. മാറി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കർഷകോത്തമയും കർഷകശ്രീയും അങ്ങനെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് നോക്കിയാൽ മതി. ഇനി നോക്കിയേ, കേരളത്തിലെ കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിന്റെ പേരാണ് കേരള കർഷകൻ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും ഇതുപോലെ ഒരു മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് കൽപ്പതേനു. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മാതൃഭൂമിയും മനോരമ ഇങ്ങനത്തെ പത്രങ്ങൾ ഇറക്കുന്ന പല പല മാഗസിനുകളുണ്ട്. അതുപോലെ മലയാള മനോരമ പുറത്തിറക്കുന്ന മാഗസിന്റെ പേരാണ് കർഷകശ്രീ. ഇതിന്റെ പാർട്ടായിട്ടാണ് കർഷകശ്രീ അവാർഡ് മികച്ച കർഷകന് കൊടുക്കുന്നത്. ഓക്കെ, സ്പൈസസ് കൂടി പറയാനുള്ള സമയം ഉണ്ടാവും വിചാരിക്കുന്നു. നോക്കാം അല്ലെ. ഇനി സ്പൈസസ് എന്ന് പറഞ്ഞ എന്താ സാധനം? സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, സ്മെല്ല് തരുന്ന, നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് വിളകളെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന തോട്ടം ഏതായിരിക്കും? ഇടുക്കി ജില്ല. കാരണം ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല, അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പൊ പിന്നെ തെറ്റില്ല അല്ലെ. കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ്? ഏലക്ക ഉണ്ട്, കുരുമുളക് ഉണ്ട്, ജാതി ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇഞ്ചി നേരത്തെ പറഞ്ഞില്ല നമ്മൾ അല്ലെ. ഈ പേര് നോക്കി വെച്ചോളൂ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാണ്? യവനപ്രിയ. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏതാണ്? കുരുമുളകാണ്. ഇനി ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന തോട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മെജോറിറ്റിയും സ്ഥിതി ചെയ്യുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. ഏതാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം മൊത്തം ഇരിക്കുന്നത്. എവിടെയൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ പശ്ചിമഘട്ട മലനിരകളിലാണ് കാണാൻ പറ്റുക. നമുക്ക് നോക്കാം എന്താണ് ഈ പശ്ചിമഘട്ട മലനിരകളിൽ ഇനി സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇത്ര അധികം കൃഷി ചെയ്യാനായിട്ട് കാരണം. അതിന് കുറച്ച് ഘടകങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ റബ്ബർ കൃഷിക്ക് അനുകൂലമായ ഘടകങ്ങൾ പറഞ്ഞു. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വെയിൽ വേണം, 150 സെന്റിമീറ്റർ കൂടുതൽ മഴ വേണം. അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ ഘടകങ്ങൾ ഏതൊക്കെയാന്നൊക്കെ? നീർവാഴ്ചയുള്ള വനമണ്ണായിരിക്കണം, അല്ലെങ്കിൽ മണൽ മണ്ണാകാം, ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ പ്രദേശമായിരിക്കണം. ഓക്കെ, നീർവാഴ്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ്, ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥ പ്രദേശമായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും കൂടുതൽ സ്പൈസസ് കൃഷി ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊച്ചി. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമാണ് കൊച്ചി. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. സുഗന്ധ ഭവൻ കൊച്ചി സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമാണ് കേട്ടോ അത്. ഇനി കാർഷിക വിളകളുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? റബ്ബർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? കോട്ടയം ജില്ല. അതുപോലെ ബാക്കി ജില്ലകളിൽ നമുക്ക് നോക്കാം. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തേയില, കുരുമുളക്, വെളുത്തുള്ളി, ഏലം, ചന്ദനം, ഗ്രാമ്പു, കറുവപ്പട്ട, കരിമ്പ്, കൊക്കോ, ഇത്രയും സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. അപ്പൊ ഇതിൽ ഏത് ചോദിച്ചാൽ അറിയണം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ല ഇടുക്കിയാണ്. അതുപോലെ തേയില കൃഷി ചെയ്യുന്ന 2 ജില്ലകളുണ്ട്, ഇടുക്കിയും വയനാടും. അത് ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി എറണാകുളം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൈതച്ചക്ക ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് എറണാകുളം. എറണാകുളത്തെ ഒരു സ്ഥലത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഏത് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കൈതച്ചക്ക കൃഷി നടക്കണേ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ശരി, നമുക്ക് നോക്കാം, ഇതിൽ പഠിക്കാനുണ്ടാവും നമുക്ക് കേട്ടോ. അരി, നിലക്കടല, ഓറഞ്ച്. ഓറഞ്ച് വന്നാൽ നമുക്കറിയാം, ഓറഞ്ച് കൃഷി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി. പരുത്തി കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട്. ഓക്കെ. മാമ്പഴം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന മാമ്പഴത്തോട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലാണ് അല്ലെ? അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ല. ഇനി നോക്കിയേ, പപ്പായ, മുരിങ്ങ, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മലപ്പുറത്താണ്. നാളികേരം നമ്മൾ ഓൾറെഡി പഠിച്ചു. നാളികേരം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കാപ്പിത്തോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് വയനാടാണ്. ഇഞ്ചി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വയനാടാണ്. കശുവണ്ടി കൃഷി ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. പുകയില കൃഷി ചെയ്യുന്ന സ്ഥലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ജില്ലയായിരുന്നു? കാസർഗോഡ്. കാസർഗോഡ്. ഓക്കെ. ഇനി തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്താണ് ആനാട് പഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ആനാട്. തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു. ഇനി അടുത്ത നോക്കിയേ, വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ച് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ് ചോറിന് ഒരു കൂട്ടാൻ നാടാകെ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ. അപ്പൊ ഈ പദ്ധതികളുടെ പേര് നോക്കി വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. ഇനി അടുത്തത്, വിഷമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനായുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, ഇല്ലെങ്കിൽ വിഷമുള്ള പച്ചക്കറി വാങ്ങിച്ച് തിന്നേണ്ടി വരും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് വിഷമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ജീവനി, നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം. ഓക്കെ, ഇതുകൂടി ഉണ്ട്, ഞാൻ വായിച്ചതിന്റെ മിസ്റ്റേക്ക്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ? കൃഷി വകുപ്പിന്റെ കുറച്ച് പദ്ധതികൾ പറഞ്ഞു. ഓരോ വെറൈറ്റീസും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു അല്ലെ? ഇനി അടുത്തത് നിങ്ങൾ ആ പേജിലുള്ളത് വായിച്ചു നോക്കിയാൽ മതി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഇതില് കുരുമുളക് നോക്കിയാൽ പന്നിയൂർ 1, 2, 3, 4, 5, 6, 7. പന്നിയൂർ എന്ന് പറയുന്നത് ഒരു കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടുത്തെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ വെറൈറ്റീസ് ആണ് പന്നിയൂർ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചധികം വെറൈറ്റീസ് അവിടെ തന്നിട്ടുണ്ട്. അതിലെ മുളക് പഠിക്കണം, വെണ്ട പഠിക്കണം. ഇത് രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ്. നെല്ല് പിന്നെ നമ്മൾ കുറച്ചധികം പഠിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു കണ്ടിരിക്കുന്നത് നാളികേരം നമ്മൾ പഠിച്ചു. കുരുമുളക് ചോദിക്കാറുണ്ട്, കുരുമുളക്. ഈ 3 എണ്ണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞത്? മുളക് പഠിക്കണം, വെണ്ട പഠിക്കണം, കുരുമുളക്. ഇത് 3ഉം കാണാണ്ട് പഠിക്കണേ. ഓക്കെ. അത് പഠിക്കാൻ പറഞ്ഞത്, അത് വെറൈറ്റീസ് ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടാ. നമ്മൾ തെറ്റിക്കും, അതുകൊണ്ടാണ്. നമ്മൾ പേരുകൾ തമ്മിൽ ഒരു ബന്ധം നമുക്ക് തോന്നില്ല, അതുകൊണ്ട് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒന്ന് നോക്കിക്കോളൂ. ഇനി ഇതുകൂടി പറഞ്ഞ് നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കാം. ഭൗമ സൂചിക പദവി എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. നമ്മുടെ നാട്ടിലെ ചില സാധനങ്ങൾ ഒരു പ്രദേശത്തിന്റെ മാത്രം തനതായ പ്രൊഡക്റ്റുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറന്മുള കണ്ണാടി, അത് എവിടെ മാത്രം ഉണ്ടാക്കണുള്ളൂ? ആറന്മുളയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ ചില ഫുഡിന്റെ വെറൈറ്റീസ് ഒക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന തനതായിട്ടുള്ള കാർഷിക, കരകൗശല, ഭക്ഷ്യ വ്യവസായ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുന്നതിനും അതിന് കുറച്ചുകൂടി മികച്ച വിപണി കണ്ടെത്തുന്നതിനും അതിന്റെ വ്യാപാരം പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഓരോ ഉൽപ്പന്നത്തിനും കൊടുക്കുന്ന പദവിനെ പറയുന്ന പേരാണ് ഭൗമ സൂചിക പദവി. ഓക്കെ. ഭൗമ സൂചിക പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനതായിട്ടുള്ള കാർഷിക, കരകൗശല, ഭക്ഷ്യ വ്യവസായ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്.
നമ്മൾ GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നാണ് അതിന് പറയാം. ഇത് ലോക വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ലേബലാണ്. ഇത് 1955 സ്റ്റാർട്ട് ചെയ്തത്. 1955 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പേരാണ് ദി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ നിയമം 1999. 1955 നമ്മൾ ഇത് ഒരു നിയമനിർമ്മാണം നടത്തിയത്. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് 1999 ദി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ നിയമം. ഇത് GI ടാഗ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ സാധനം പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ടാവാം, പക്ഷെ അതിന്റെ വെറൈറ്റീസ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു നിയമം തന്നെ കൊണ്ടുവന്നത് കേട്ടോ. ഇത് ഇന്ത്യയിൽ പാസ്സാക്കിയ വർഷമാണ് 1999. അന്ന് പാസ്സാക്കിയെങ്കിലും ഇത് നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2003 നിലവിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, നമ്മള് കുറച്ച് നെല്ലിനങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഔഷധ ഗുണമുള്ള നെല്ലിനം. അതിലുള്ള ഒരു അരിയാണ് നവര അരി. നവര. ഓക്കെ, ഇതിന് വേറെ പേരുകളാണ് ഞവര, നവര, ഞവിര, നമര, ഇങ്ങനെ പല പല പേരുകളുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിയേ, അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് ഞവര അരി. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അർബുദത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ജീനുകളും ഈ നവര എന്ന് പറയുന്ന അരിയിലുണ്ട്. ഇനി നോക്കിയേ, വയനാട്ടിൽ കാണുന്ന സുഗന്ധ നെല്ലിനമാണ് ജീരകശാലയും ഗന്ധകശാലയും. വയനാട്ടിൽ മാത്രമേ ഇത് വിളയണുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. വയനാട്ടിൽ മാത്രം വിളയുന്ന സുഗന്ധമുള്ള നല്ല മണാണ്. നിങ്ങൾ അതിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ജീരകശാല, ഗന്ധകശാല, ഈ രണ്ട് അരികൾക്കും അത് തിളച്ചു വരുമ്പോ തന്നെ നല്ല മണാണ്. ഇനി ചന്ദനത്തിന്റെ സുഗന്ധമാണ് ഏതിനുള്ളത്? ഗന്ധകശാല അരിക്കുള്ളത്. ചന്ദനത്തിന്റെ ഗന്ധമാണ് ഗന്ധകശാല അരിക്കുള്ളത്. ഇങ്ങനെയുള്ള സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന വയനാട്ടിലെ പ്രദേശങ്ങളാണ് ഈ പേരുകൾ കേട്ടിട്ടുണ്ടോ നോക്കി, ചേക്കാടി, തിരുനെല്ലി. ഈ രണ്ട് പ്രദേശങ്ങളിലാണ് സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു ചന്ദനത്തിന്റെ ഗന്ധമുള്ള നെല്ലിനമാണ് ഗന്ധകശാല. അപ്പൊ ഇത് നമ്മുടെ മാത്രം ഒരു വെറൈറ്റി ആണല്ലോ. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വാങ്ങിച്ചെടുത്തു എന്ന് പറയാൻ അത് കാരണം എന്താന്ന് വെച്ചാൽ ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ജീരകശാല, ഗന്ധകശാല ഇതിനൊക്കെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഏതൊക്കെ പ്രൊഡക്ട്സിന് കിട്ടിയിട്ടുണ്ട് നോക്കാം കേട്ടോ. ആറന്മുള കണ്ണാടിക്ക് കിട്ടിയിട്ടുണ്ട്. കുത്താമ്പുള്ളിയില് കൈത്തറി ഉണ്ട് അല്ലെ. അപ്പൊ അവിടുത്തെ സെറ്റും മുണ്ടിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. പവിത്ര മോതിരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് പയ്യന്നൂര് പവിത്ര മോതിരം. അത് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. ഇനി പാലക്കാട് മദ്ദളം, അതിന് കിട്ടിയിട്ടുണ്ട്. നവര അരിക്ക് കിട്ടിയിട്ടുണ്ട്. പൊക്കാളി അരിക്ക് കിട്ടിയിട്ടുണ്ട്. വയനാട് ജീരകശാല അരിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വയനാട് ഗന്ധകശാല അരിക്ക് കിട്ടിയിട്ടുണ്ട്. മലബാർ റോബസ്റ്റ കാപ്പി, വയനാട് റോബസ്റ്റ കാപ്പി, മലബാർ അറബിക്ക കാപ്പി, കൈപ്പാട് അരി, പാലക്കാടൻ മട്ട അരി, ബാലരാമപുരം കൈത്തറി, ചേന്ദമംഗലം സെറ്റുമുണ്ട്, ആലപ്പുഴ കയറ്, തഴപ്പായ ഉൽപ്പന്നങ്ങള്, വെങ്കലം വിളക്കി ഉണ്ടാക്കിയെടുക്കുന്ന ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങള്, നിലമ്പൂർ തേക്ക്, ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം. ആ പേരൊന്ന് നോക്കി വെച്ചോട്ടാ, അത് ഇമ്പോർട്ടന്റ് ആണ്. വാഴക്കുളം കൈതച്ചക്ക. വാഴക്കുളത്ത് കൃഷി ചെയ്യുന്ന കൈതച്ചക്കയ്ക്ക് മാത്രമേ GI ടാഗ് ഉള്ളൂ. മധ്യ തിരുവിതാംകൂർ ശർക്കര, മറയൂർ ശർക്കര, മലബാർ കുരുമുളക്, ആലപ്പുഴ പച്ച ഏലം. ആലപ്പുഴയിൽ കൃഷി ചെയ്യുന്ന പച്ച ഏലക്ക കേട്ടോ. കുത്താമ്പുള്ളി സാരി, കണ്ണൂർ കൈത്തറി, കാസർഗോഡ് സാരി, തിരൂർ വെറ്റില. ഇതിനൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടോ. ഈ മലബാർ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന ഈ കുരുമുളകിന്റെ ഒരു വെറൈറ്റിയാണ് മലബാർ കുരുമുളക് എന്ന് പറയുന്നത്. അതുപോലെ പവിത്രം മോതിരത്തിന്റെ നിർമ്മാണത്തിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് പയ്യന്നൂർ. അത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ വരുന്ന സ്ഥലമാണ്. തഴപ്പായ നിർമ്മാണത്തിന് ഏറ്റവും പ്രശസ്തി ആർജിച്ച കേട്ട ഓക്കെ സ്ഥലമാണ് തഴവ. കരുനാഗപ്പള്ളി കൊല്ലത്തുള്ള സ്ഥലമാണ് തഴവ. അവിടെയാണ് തഴപ്പായ. ആ പേര് നമുക്കൊരു ഓർമ്മ വരും അല്ലെ, തഴവ, തഴപ്പായ.
ഓക്കെ. ഏറ്റവും കൂടുതൽ തഴപ്പായ നിർമ്മാണത്തിന് നമ്മൾ പ്രസിദ്ധി ആർജിച്ച സ്ഥലമാണിത്. തഴപ്പായ ഉൾപ്പെടുന്ന വംശം, അതിന്റെ പേരെന്താ നോക്കിയേ, പാൻഡാനേസി എന്ന് പറയുന്ന വംശത്തിലാണ് അത് ഉൾപ്പെടുന്നത്. ഇനി പൈനാപ്പിൾ കുറെ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ GI ടാഗ് കിട്ടിയ പൈനാപ്പിൾ ഏതാണ്? വാഴക്കുളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എറണാകുളത്തെ സ്ഥലം ഏതാണെന്ന്. വാഴക്കുളം. ഓക്കെ. ഈ കോട്ടയത്ത് നിന്ന് തിരിച്ച് വാഴക്കുളം റൂട്ട് വഴി വരാണെങ്കിൽ നല്ല സൈസ് കുറഞ്ഞതും കൂടിയതുമായ പല പല പൈനാപ്പിൾസ് അവിടെ വിൽക്കാൻ വെച്ചാൽ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചാൽ കാണാം. കാരണം അവിടെ മെജോറിറ്റി ആൾക്കാരും കൃഷി ചെയ്യുന്നത് പൈനാപ്പിളാണ്. അവിടുന്ന് ഒരുപാട് കയറ്റുമതിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, നമുക്കറിയാവുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തെ കുറിച്ച് പറയുന്നത്. തൃശ്ശൂർ പാലക്കാട് അതിർത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നെയ്ത്ത് ഗ്രാമമാണ് കുത്താമ്പുള്ളി. കുത്താമ്പുള്ളിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കും കാട് അല്ലെങ്കിൽ തേക്കിന്റെ തോട്ടമാണ് നിലമ്പൂർ തേക്കിൻ തോട്ടം. അതുണ്ടാക്കിയ ആളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കനോലി അല്ലേ? അപ്പൊ നിലമ്പൂർ കനോലി തോട്ടം, അവിടെ നിന്നുള്ള തേക്ക് മരങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അന്നത്തെ മലബാർ കളക്ടർ ആയിരുന്ന HV കനോലിയാണ് എന്ത് ചെയ്തത്? നിലമ്പൂര് ഈ തേക്കിൻകാട് വെച്ചുപിടിപ്പിച്ചത്. ഓക്കെ. ഇനി ചെങ്ങോലിക്കോടൻ നേന്ത്രപ്പഴം, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് മുറജപം എന്ന് പറയുന്ന ഒരു അതിന് എന്താ പറയാ, അങ്ങനെ ഒരു പ്രൊസീജിയർ അവിടെ ചെയ്തു പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്ന നേന്ത്രപ്പഴമാണ് ചെങ്ങോലിക്കോടൻ നേന്ത്രപ്പഴം. അതൊരു പൂജയെന്ന് തോന്നണു കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തില് പ്രധാന കാഴ്ചക്കുലയായിട്ട് ഉപയോഗിക്കുന്നത് ചെങ്ങാലിക്കോടൻ വാഴക്കുലയാണ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. നോക്കിയേ, തയ്യൂർ, എരുമപ്പെട്ടി, കരിയന്നൂർ ഈ 3 പ്രദേശങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. 2015 ഈ ചെങ്ങാലിക്കോടൻ എന്ന് പറയുന്ന നേന്ത്രക്കൊലയ്ക്ക് എന്ത് കിട്ടിയത്? നേന്ത്രക്കായ ഇനത്തിന് GI ടാഗ് കിട്ടിയത് 2015. ഓക്കെ. ഇനി ആലപ്പി ഗ്രീൻ കാർഡമം, ആലപ്പുഴ തുറമുഖം വഴി കയറ്റുമതി ചെയ്യപ്പെട്ട ഏലക്കയാണ് ആലപ്പി ഗ്രീൻ കാർഡമം. അത് ഔട്ട് ഓഫ് ഇന്ത്യ വളരെ ഫേമസ് ആണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ ഏലക്കയ്ക്കും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ആലപ്പി ഗ്രീൻ കാർഡമം. ഓക്കെ. നമ്മൾ ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കൊടുക്കുന്നത് പല സാധനങ്ങളും നമ്മുടെ നാട്ടിലെയാണെന്നൊന്ന് ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിരുന്ന നിങ്ങൾ ബസ്മതി റൈസ് കേട്ടിട്ടില്ലേ? ബസ്മതി റൈസ്, ഈ ബസ്മതി റൈസിന്റെ GI ഇൻഡിക്കേഷൻ ടാഗ് സ്വന്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പേറ്റന്റ് സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ ഒരു കമ്പനിയാണ്. കാര്യം നമ്മുടെ നാട്ടിലാണ് അത് കൃഷി ചെയ്യണേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും അത് ബേസിക് അതിന്റെ ഒറിജിൻ കിടക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും അതിന്റെ റൈറ്റ്സ് മൊത്തം കൈ പിടിച്ചിരിക്കുന്നത് US ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ വെറൈറ്റീസ് വേറൊരു നാട്ടുകാർ വിറ്റ് കാശാക്കുന്നത് ശരിയല്ലല്ലോ. അതിനും കൂടി വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു 2 രാജ്യങ്ങളുടെ ഇടയിൽ ഡിസ്പ്യൂട്ട് കൂടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്നുള്ളൊരു ഐഡിയ കൂടി കൊണ്ടുവന്നത് കേട്ടോ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക സ്ഥാപനങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞ കുറെ സ്ഥലങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏകദേശം കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും PDF ഒന്ന് വായിച്ചു പോണം കേട്ടോ. ഇതുവരെ പറഞ്ഞാൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് പതിയെ വൈൻഡപ്പ് ചെയ്താലോ?